എടി, നീ എൻ്റെ കൂടെ നിന്ന രമ്യയുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിനുള്ള കാശ് നമുക്ക് പിടിച്ചെടുക്കാം. നിന്റെ അനിയ സ്നേഹവും ആവശ്യമില്ലാത്ത പിടിവാശിയൊക്കെ കുറച്ച് വേണ്ടെന്ന് വെക്കേ. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. ആ, വാ അമ്മേ, മെല്ലെ. അയ്യോ, എന്തു പറ്റി? ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് തലകറങ്ങുന്നത് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ രമ്യയോട് പറഞ്ഞു ഇവിടെ കയറി കുറച്ചു നേരം ഇരുന്നിട്ട് പോവാന്ന്. തലകറക്കോ? തലകറക്കോ? അയ്യോ, എന്തിനെങ്കിലും നടന്നു വന്നത്? ടാക്സി വിളിച്ചവരായിരുന്നില്ലേ? എടി, നീ ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. ശരി വേണോട്ടാ. എടി, നീ ആ ഫാൻ നിട്ടേ. എടി, നീ ആ വെള്ളം എടുത്ത് വേഗം വാ. ദാ വരുന്നു. ആ, മോളിങ്ങോട്ട് മാറി. ദാ കുടിക്ക്. അതെ, ഞാൻ ഡോക്ടറെ വിളിക്കണോ അല്ലെങ്കിൽ ഓട്ടോ വിളിക്കാം? ഹോസ്പിറ്റലിൽ പോവാം. എടാ, നീ ഒരു ഓട്ടോ വിളിച്ചേ. ശരി. വേണ്ട വേണോട്ടാ. ഇത് മാറിക്കോളും. ഇത് ഈ ഇടയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. ആകപ്പാടെ ഒരു ടെൻഷനല്ലേ, അതിന്റെ ആകും. രുക്മിണിക്ക് എന്തിനാ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ? നിങ്ങൾക്കിപ്പോ എന്തുണ്ടായിട്ടാ ഈ ടെൻഷൻ? മോളെ, ഇതെന്തു പറ്റി? അത് രാധമേ, അത് അവള് പറയില്ല. അവൾ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടില്ല. ഇവളെ കുറിച്ച് ഓർത്ത് തന്നെയാ എന്റെ ആദ്യം മുഴുവൻ. എന്താ രുക്മിണി ആന്റി, രമ്യയുടെ കാര്യത്തില് ആന്റിക്ക് എന്തിനാ ഇത്ര ടെൻഷൻ? അത് പ്രിയക്ക് ഇപ്പൊ പറഞ്ഞ മനസ്സിലാവില്ല. പ്രിയ ഒരു അമ്മയല്ലേ. പ്രിയയുടെ മകൾ ഐഷു ആ പ്രായം ആകുമ്പോഴേ പ്രിയക്ക് എന്റെ മാനസികാവസ്ഥയും ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാവും. അമ്മ ഇപ്പൊ ഓക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മോളെ? കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ. എടി രാധേ, നീ ഒരു കാര്യം ചെയ്യ്. രണ്ടുപേർക്കും കുടിക്കാൻ നാരങ്ങ വെള്ളം എടുക്കും. ചിലപ്പോ പ്രഷർ താണു പോയതായിരിക്കും ഇതിന്റെ കാരണം. ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിച്ചാ കൺട്രോൾ ആയിക്കോളും. ശരി വേണോട്ടാ. ആ, വേണ്ട രാധമ്മേ. രാധമ്മയോട് ഞാൻ എത്രയോ കാര്യങ്ങളിൽ വഴക്ക് കൂടിയിട്ടുണ്ട്. എനിക്കൊരു ക്ഷീണവും തളർച്ചയും വന്നപ്പോ ഈ ചുറ്റുപാട് ഇത്രയും വീടുകൾ ഉണ്ടായിട്ടും എനിക്ക് ഈ വീട്ടിലാ കേറി വരാൻ തോന്നിയത്. അത് നമ്മൾ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ എന്നോ ഉണ്ടായിരുന്ന ഒരു ആത്മബന്ധത്തിന്റെ നിഷ്കളങ്കമായ സ്നേഹം കൊണ്ടല്ലേ രാധമ്മേ? പ്രിയെ വീട്ടിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് വാടകയ്ക്ക് താമസിക്കാൻ വന്നത് ഓർക്കുന്നുണ്ടോ? ആ, ഞാൻ ഓർക്കുന്നുണ്ട് ആന്റി. അന്ന് പ്രിയയുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല അല്ലേ? അതെ ആന്റി, ഇവിടെ വന്നതിന് ശേഷമല്ലേ എന്റെ വിവാഹമൊക്കെ നടന്നത്. അന്ന് രമ്യ സ്കൂളിൽ പഠിക്കുന്ന കാലമായിരുന്നു. അന്നൊക്കെ എത്ര സ്നേഹത്തോടെയും സഹകരണത്തോടെയാ നമ്മൾ ജീവിച്ചിരുന്നത് അല്ലേ വേണോട്ടാ? അതെ. കുട്ടികൾ വളർന്നു വലുതായി. അവരുടെ കുസൃതികളും കൂടി. അവരുടെ ആഗ്രഹങ്ങൾ വലുതായപ്പോ നമ്മുടെ ഇടയിലുണ്ടായിരുന്ന സൗഹൃദത്തിനും വിള്ളലുകളുണ്ടായി. അതല്ലേ സത്യം. എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എന്റെ മകളുടെ വിവാഹം ഒന്ന് നടന്നു കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. രാധമേ, അതല്ലേ ശരി?
ഇവളുടെ ആഗ്രഹത്തിന് ഞാൻ ഒരുപാട് എതിര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവളെടുത്ത തീരുമാനത്തിന് ഇവളുടെ ഇഷ്ടം വേണോന്ന് പറഞ്ഞ് ഇവള് വാശി പിടിക്കുമ്പോ അതിങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല രാധമ്മേ. രാജുവിന്റെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം എല്ലാവർക്കും അറിയാം. രാജുവിന് ഒരു പ്രത്യേക സാഹചര്യത്തില് വർമ്മ സാറിന്റെ മകൾ ഋതികയെ സംരക്ഷിക്കാനായിട്ട് രാജുവിന് അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ടി വന്നിട്ടുണ്ട്. ഞാനോർത്തത് ശരിക്കും രാജു ആ കുട്ടിയും തമ്മിൽ പ്രണയത്തിലാണെന്നാ. അതാ ഞാൻ ഇവളോട് രാജുവിനെ മറക്കാനും വേറെ വിവാഹം കഴിക്കാനായി നിർബന്ധിച്ചതും. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലാന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് നമ്മളായിട്ട് എന്തിനാ കുട്ടികളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്നത്? രാധമ്മയ്ക്കും വേണുവേട്ടനും എന്നോട് എതിരൊന്നും ഇല്ലെങ്കിൽ എന്റെ മകളെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ വിവാഹം ഒന്ന് നടത്തിക്കൂടെ? അല്ല, നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെ? എന്റെ മകളെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടോ? അയ്യോ, അങ്ങനെയല്ല രുക്മിണി. രമ്യ ഞങ്ങളുടെ മോളല്ലേ. ഞങ്ങള് ചെറുപ്പം തൊട്ട് രമ്യ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. രുക്മിണി പറഞ്ഞ പോലെ രമ്യക്ക് രാജുവിനോടുള്ള ഇഷ്ടം രുക്മിണി അംഗീകരിക്കോ ഇല്ലയോ എന്നുള്ള പേടി ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അല്ലാതെ രമ്യയോട് ഞങ്ങൾക്കാർക്കും ഒരു പരിഭവവും ഇല്ല. പക്ഷേ രാജുവിന്റെ മനസ്സിൽ എന്താണെന്നറിയാതെ നമ്മളൊരു തീരുമാനം എടുത്താ, അതുമല്ല രാജുവിന് ഋതികമോക്ക് വലിയ ഇഷ്ടമാ. ആ പാവത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എങ്ങനെയാ രുക്മിണി? രാധമ്മേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ. അങ്ങനെ ഒരു ബന്ധത്തിന് എതിർപ്പൊക്കെ ഒരുപാടുണ്ടാവും. ആ എതിർപ്പൊക്കെ നാളെ രാജുവിന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഒരു വലിയ പ്രശ്നത്തിലേക്ക് രാജുവിന്റെ ജീവിതം പോണോ? അതോ സന്തോഷകരവും സമാധാനപരമായ ജീവിതം രാജുവിന് ലഭിക്കണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് ഒന്ന് തീരുമാനിക്കുക. എന്റെ മകളുടെ കണ്ണീര് കാണാൻ എനിക്കിനി വയ്യ. അതുകൊണ്ട് ഒരപേക്ഷ പോലെയാ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. അയ്യോ, രുക്മിണി ഇങ്ങനെ കരയില്ലേ. എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? രുക്മിണി കരഞ്ഞ ഞങ്ങൾക്ക് വിഷമാവില്ലേ? മോളെ രമ്യേ, നീ ആ പ്രസാദം എടുത്ത് ഇവർക്ക് രണ്ടാൾക്കും കൊടുക്ക്. ക്ഷേത്രത്തിൽ നിന്ന് നമ്മളൊന്ന് കയറിയത് ഈ വീട്ടിലേക്കാ. അപ്പോ ക്ഷേത്രത്തിൽ കയറിയിട്ട് എവിടെയാണോ ആദ്യം കയറുന്നത് അവിടെ ഐശ്വര്യം വരുന്നതെന്ന് പറയാറ്. നീ ആ പ്രസാദം അവർക്ക് തൊട്ടു കൊടുക്ക്. ശരി അമ്മേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ രാധമ്മേ. രാധമ്മയും വേണുവേട്ടനും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. പ്രിയേ, ജയ, ഞങ്ങൾ ഇറങ്ങുവാണേ. നിങ്ങളുടെ അച്ഛനും അമ്മയോടും ഒന്ന് പറയണേ. ശരി. ആ, ശരി എന്നാ. വേണോട്ടാ, ഈ രുക്മിണിക്ക് എന്താ ഇത്ര പെട്ടെന്നൊരു മാറ്റം? മനുഷ്യരല്ലേ, മാറ്റങ്ങൾ മനുഷ്യർക്ക് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം.
പക്ഷെ ഞാനതല്ല ആലോചിക്കുന്നത്. അവര് നമ്മുടെ വീട്ടിൽ വന്ന് ചോദിച്ചും പോയി. നമ്മളിനി എന്ത് തീരുമാനം എടുക്കൂടി? ഇതിലിപ്പോ എന്താ വെച്ചാ ആലോചിക്കാൻ? രുക്മിണി ആന്റി പറഞ്ഞത് കാര്യല്ലേ? ഋതിക മേഡമായിട്ടുള്ള വിവാഹത്തിന് രാജുവിന് സമ്മതമല്ല. അതുകൊണ്ട് രാജുവിന്റെ ഭാവി നമുക്ക് നോക്കണ്ടേ? അമ്മയൊന്ന് നിന്നേ. എന്തൊരു പെർഫോമൻസാ. സത്യത്തില് ഞാൻ തന്നെ വിശ്വസിച്ചു പോയി. അമ്മയ്ക്ക് തല കറങ്ങിയെന്ന് പറയുന്നു, അവിടെ കിടന്ന് കരയുന്നു. എന്തൊക്കെയാ അമ്മേ? ആ അംബിക അമ്മ കാശ് തന്നല്ലേ, എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണ്ടേടി. അത് വേണം. ഇനി അവരിരുന്ന് ആലോചിക്കും. അവരുടെ തലേക്കൊന്ന് പുകയട്ടെ. പുകഞ്ഞും കഴിയുമ്പോ അവര് നല്ലൊരു തീരുമാനം എടുക്കും. താങ്ക്സ് അമ്മേ. അമ്മ ചക്കരയാ. അടങ്ങി നിക്ക് വേണേ, നിലത്ത് താഴ്ത്ത് നിക്ക്. എങ്ങനെയെങ്കിലും കല്യാണം നടന്നിട്ട് വേണം അവരിന്ന് ബാക്കി പൈസ കൂടി വാങ്ങിയെടുക്കാൻ. നീ നടക്ക്. മാഡം എന്താ പതിവില്ലാതെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന? ആഹാ, വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യമൊന്ന് തിരക്കാം. മാഡം മാഡം ഫോണിലാണല്ലോ. ഇതെന്താ ഇത്ര കാര്യത്തിരുന്ന് കാണുന്നത്? സാറി കേരളത്തിൽ നടക്കുന്നതൊന്നും അറിയുന്നില്ലല്ലോ. കാരണം സാറി ലോകത്തൊന്നും അല്ലല്ലോ. നൂറുകൂട്ടം തിരക്കല്ലേ. എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് മാഡം. മാഡം ഇപ്പൊ ഈ പറഞ്ഞത് സീ കേരളത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റത്തെ കുറിച്ചല്ലേ? അതെ. രാജു എങ്ങനെ അറിഞ്ഞു? മാഡം, എന്റെ വീട്ടില് അച്ഛനും അമ്മയും എല്ലാവരും സീ കേരളത്തിന്റെ സ്ഥിരം പ്രേക്ഷകരല്ലേ. അപ്പോ സീ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാവുമ്പോ അത് ഞാൻ അറിയാതിരിക്കൂ? എങ്കിൽ രാജു പറ, സീ കേരളം ചാനലിന്റെ പുതിയ ലോഗോയെ കുറിച്ച് രാജുവിന്റെ അഭിപ്രായം എന്താ? സീ കേരളത്തിന്റെ പുതിയ ലോഗോ ഗംഭീരമല്ലേ? ഹൃദയസ്പർശിയായ പരമ്പരകൾ കൊണ്ട് സ്നേഹബന്ധങ്ങൾ ആഘോഷമാക്കല്ലേ നമ്മുടെ സീ കേരളം. അതെ, രാധമ്മയായിരുന്നല്ലോ സീ കേരളത്തിന്റെ സ്ഥിരം പ്രേക്ഷക. ആ പിന്നെ എപ്പോ തൊട്ടാ വേണുവെങ്കിൽ സീ കേരളം കാണാൻ തുടങ്ങിയത്? അച്ഛൻ അമ്മയുടെ കൂടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് സീ കേരളം ചാനലിലെ ചില പരമ്പരകൾ കാണാറുണ്ടായിരുന്നു. ഇപ്പോ അച്ഛനും സീ കേരളത്തിന്റെ സ്ഥിരം പ്രേക്ഷകനായി. ഓക്കെ രാജു, ഞാൻ കണ്ടോണ്ടിരുന്ന പ്രോഗ്രാമേ ഞാനൊന്ന് കണ്ടു തീർത്തോട്ടെ. ശരി മാഡം, ഞാൻ മാഡത്തിനെ ശല്യം ചെയ്യുന്നില്ല. ഐ എം വെരി സോറി. മാഡം മാഡത്തിന്റെ പ്രിയപ്പെട്ട ഷോള് കണ്ടോളൂ. ഓ ഓ ഓ ഭാവി. അയ്യോ, കുഞ്ഞിനെന്തോറ്റി ദിവേ? കുഞ്ഞെന്തിനെങ്ങനെ കരയുന്നേ? കുഴപ്പമൊന്നുമില്ല മാഡം. ഇതവൻ ഉറങ്ങുന്നതിന് മുന്നേ പതിവാ. ഭയങ്കര വാശിക്കാരനാ. നമ്മൾ ഇങ്ങനെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നാലേ പകൽ അവൻ ഉറങ്ങും. ആണോടാ? ഓ മോനെ ഉറങ്ങ്. നിന്നെ ഉറക്കിയിട്ട് വേണം അമ്മയ്ക്ക് കുളിക്കാൻ. വേഗം ഉറങ്ങു മോനെ. ദിവ്യ ഒരു കാര്യം ചെയ്, കുഞ്ഞിനെങ്ങിത്ത, അവനെ ഞാൻ ഓർക്കാം. ദിവ്യ പോയി കുളിച്ചോ. അയ്യോ മാഡം എങ്ങനെയാ കുഞ്ഞിനെ? എന്റെ കയ്യിലിരുന്നാലും അവൻ ഉറങ്ങും. കുഞ്ഞിനെങ്ങിത്ത. കുട്ട മതി കരഞ്ഞത് കേട്ടോ. ഷോ, ആന്റിന്റെ കയ്യിലിരുന്ന് വഴക്കിടാതെ മര്യാദയ്ക്ക് ഉറങ്ങിക്കോണം കേട്ടല്ലോ. അവന്റെ കരച്ചിൽ നിന്നല്ലോ മാഡം. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ എന്നെ ഇഷ്ടായെന്നാ തോന്നുന്നു. ഇനി ദിവ്യക്ക് ധൈര്യമായിട്ട് പോയി കുളിക്കാം. ഞാൻ കുളിച്ചിട്ട് വരാം മാഡം. ശരി.
എന്താടാ മോനെ? ആന്റി മോനോട് കുറച്ചു നേരം വർത്തനം പറയാൻ പോവാ. മോനത് കേട്ട് പതിയെ ഉറങ്ങണം. കൊച്ചുകുട്ടികള് അമ്മമാരോട് വാശി പിടിച്ച് കരയാതെ അമ്മമാര് പറയുന്നത് അനുസരിച്ച് ഉറങ്ങണം. കേട്ടോ? നന്നായി ഉറങ്ങിയാലേ കുഞ്ഞ് വേഗം വളരും. ഓ, ആന്റി പറയുന്നത് എന്തെങ്കിലും നിനക്ക് മനസ്സിലാവുന്നുണ്ടോടാ? കുസൃതിച്ചേക്ക ചിരിക്കുന്നുടാ കള്ള. ഇങ്ങനെ ചിരിച്ചും കരഞ്ഞ സമയം കളയാതെ വേഗം ഉറങ്ങ. നിന്റെ അമ്മ വരുമ്പോഴേക്കും നീ മെടുക്കനായിട്ട് ഉറങ്ങണം. നന്നായിട്ട് ഉറങ്ങണം. വേഗം വളർന്ന് വലുതാവണം. ദേ, രാജുകള് എത്ര റിസ്ക് എടുത്തിട്ടാണെന്ന് അറിയോ നിന്നെ അമ്മയും ഈ വീട്ടിലെത്തിച്ചത്? നീ വളർന്ന് വലുതായാലേ നമുക്ക് നിന്റെ അച്ഛനെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റും. പാവം കുഞ്ഞ്. ഇവിടെ നടക്കുന്ന എന്തെങ്കിലും ഇവനറിയാമോ? ഇവന്റെ അച്ഛൻ ഇവനെ സ്വന്തം മകനായിട്ട് അംഗീകരിക്കുമായിരിക്കോ? അച്ഛന്റെ അടുത്തുണ്ടായിട്ടും അച്ഛന്റെ സ്നേഹം ലഭിക്കാത്ത ഒരു കുഞ്ഞിന്റെ ബാല്യം എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്നെക്കാളും നീ ഭാഗ്യവാനാ. നിനക്ക് അമ്മയെങ്കിലും ഉണ്ടല്ലോ. എനിക്ക് ചെറുപ്പത്തില് അമ്മയും ഇല്ലായിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാതെയാ ഞാൻ വളർന്നത്. മോൻ വിഷമിക്കണ്ട കേട്ടോ. മോന് ഞാന് രാജുകളില്ലേ, ഞങ്ങള് മോന്റെ അച്ഛനെ ശരിയാക്കിയെടുത്ത് മോനോട് അച്ഛന് സ്നേഹം ഉണ്ടാക്കിയെടുക്കും. കേട്ടോ? അയ്യോ, വീണ്ടും കരയാൻ തുടങ്ങിയോ? കരയില്ലടാ മോനെ. ആന്റി സംസാരിച്ചത് ഇഷ്ടായില്ലേ? എങ്കി ഞാനൊരു പാട്ട് പാടിത്തരാം. ഏത് പാട്ട് പാടും? ആ, ഉണ്ണി വാവാവൂ പൊന്നുണ്ണി വാവാവൂ. ഓ, ഇത് വലിയ ശല്യമായല്ലോ. ഓ, കരണ്ടാട്ടോ. മോന് വിശക്കുന്നുണ്ടോ? കുറച്ച് സമയം കൂടി വെയിറ്റ്. മോന്റെ അമ്മ ഇപ്പൊ വരും കേട്ടോ. ഓ, കരയില്ലേ? ഓ, നാശം പിടിക്കാനായിട്ട് സമാധാനായിട്ടൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. നാശം രാവിലെ തന്നെ തുടങ്ങി അതിന്റെ ചിലപ്പോ. ഒരു ഹാങ് ഓവർ ഇന്നലെ കുറച്ച് ഓവറായിപ്പോയി. ഇവളെ ഞാനിന്ന് ഓ, ഓ, കരല്ലേ? ഓ, എന്താ വാവേ? ഇവളെന്തിനാ ഈ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നത്? വല്ലാതെ വിശക്കുകയും ചെയ്യുന്നു. നിനക്കെന്താ ഈ മുറി കാര്യം? നിന്നോടല്ലേ ചോദിച്ചേ? നിന്റെ നാളെ പോയടി. ദീപക് പ്ലീസ്, വെറുതെ ഒച്ച ഉണ്ടാക്കാതെ ഒന്ന് ഇറങ്ങിപ്പോ. കുഞ്ഞിന് ഉറങ്ങണം. അങ്ങനെ നീ ഇപ്പൊ കുഞ്ഞിനെ ഉറക്കണ്ട. അല്ല, നീ എന്തിനാ ഇപ്പൊ കുഞ്ഞിനെ ഉറക്കാൻ പോകുന്നേ? ഇതിനെ തള്ള എവിടെ? എന്താ തള്ളയോ? അമ്മയെന്ന് പറയടാ. അതെങ്ങനെയാ? നിനക്കിതൊന്നും അറിയില്ലല്ലോ. അമ്മ എന്ന വാക്കിന്റെ അർത്ഥവും മഹത്വം അറിയണമെങ്കിലേ നിന്റെ അമ്മ അത് നിന്നെ പഠിപ്പിക്കണമായിരുന്നു. രാവിലെ തന്നെ എന്റെ അമ്മയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞതല്ലല്ലോ, നീ പറയിപ്പിക്കുന്നതല്ലേ. സംസാരിക്കുമ്പോ നന്നായിട്ട് ആലോചിച്ച് സംസാരിക്കുന്നത് നിനക്ക് നല്ലതായിരിക്കും. ഇല്ലെങ്കിലേ വായിക്കാത്ത പല്ലിന്റെ എണ്ണം കുറയും. നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? ധൈര്യം ആയോന്നോ? അതിന് എപ്പോഴാണ് ഞാൻ നിന്നെ പേടിച്ചിട്ടുള്ളേ? ദീപക്കെ, വെറുതെ നിന്ന് ബഹളം വെക്കാതെ പോ. കുഞ്ഞിന് ഉറങ്ങണം. നീ എന്തിനാണ് ഈ കുഞ്ഞിനെ ഉറക്കുന്നത്? നീ എന്താന്ന് വെച്ചാ ചെയ്. ആദ്യം എനിക്ക് വന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കും. എനിക്ക് വിശക്കുന്നു. നിനക്ക് വിശക്കുന്നെങ്കിൽ നീ പോയി എടുത്ത് കഴിക്ക്. നിനക്കെന്താ കൈയില്ലേ? അമ്മ വീട്ടിലില്ല. രാവിലെ ക്ഷേത്രത്തിൽ പോകുന്ന ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു.
നീ വന്ന് എന്തെങ്കിലും എടുത്തു വെക്കും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അല്ല, നിന്റെ ഭാര്യതേ കുളിക്കുന്നുണ്ട്. അവള് കുളി കഴിഞ്ഞ് വരുമ്പോ പറയ്, നിനക്ക് വിശക്കുന്നു, ആഹാരം എടുത്തു വെക്കേ. അവളെന്റെ ഭാര്യയൊന്നുമല്ല. അവളെ എന്റെ ഭാര്യയായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടൊന്നുമില്ല. അഗ്നിസാക്ഷിയായിട്ട് അവളുടെ കഴുത്തില് നീ താലി കെട്ടിയതാ. അതിന് ഈ കുടുംബക്കാരും നാട്ടുകാരും സാക്ഷികളാ. നീ ചെല്ല്, അവള് വന്ന് നിനക്ക് ഭക്ഷണം എടുത്തു തരും. ഒന്ന് പോടി. അവളുടെ ഒരു അഗ്നിസാക്ഷി. എന്റെ സമ്മതം ഇല്ലാതെ എന്നെ കൊണ്ട് അവളെ താലി കെട്ടിച്ചിട്ട് കൂടുതൽ നിന്ന് പ്രസംഗിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, ദിവ്യ തന്നെ വന്ന് ഭക്ഷണം എടുത്ത് തരട്ടെ. ഭക്ഷണം ചൂടാക്കി തരാൻ അവള് കിച്ചണിൽ കയറും. അപ്പോ അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. നീ അവളോടെ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാൻ പറ. നീ ചെല്ല്, ഞാൻ പറഞ്ഞേക്കാം.